ഇപ്പം മിക്കവർക്കും ഇത് മതി. ഓക്കെ, മിക്കവരും കമന്റ് ചോദിച്ചു ഇത് എങ്ങനെയുണ്ട് ബ്രോ, ഇതിപ്പോൾ വാങ്ങുന്നത് വെറുത്താണോ, അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു 1 year റിവ്യൂ ചെയ്യാമോ. ഓക്കെ, അപ്പം ഇതാണ് ആ വീഡിയോ. ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ സ്പെക്ക് വിശദീകരിച്ച് പറയാനോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഓൾറെഡി ഈ ഒരു സംഭവത്തിനെ പറ്റി ഞാനൊരു 3-4 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് മിക്കവാറും കാണാൻ പറ്റുന്നത് അൺബോക്സിങ്, പിന്നെ ഫൈനൽ റിവ്യൂ, പിന്നെ 6 months റിവ്യൂ, പിന്നെ ഈ ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ ഇത് വെറുത്തായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. നിങ്ങളിപ്പോൾ ഒരു പ്രീമിയം ആയിട്ടുള്ള സൗണ്ട് എക്സ്പീരിയൻസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത് അടിപൊളിയാണ്. പിന്നെ ഈ ഒരു ബ്രാൻഡിനെ പറ്റി അധികം അങ്ങനെ ആൾക്കാർ അങ്ങനെ ശ്രദ്ധിക്കാറില്ലാത്തൊരു ബ്രാൻഡാണ്. മെയിനായിട്ടും ഇതൊരു പ്രീമിയം സെഗ്മെൻറ്റ് ബ്രാൻഡാണ്. അതായത് ബോസ്, സോണി, മാർഷൽ ഇതിൻ്റെ കൂടെ ടോപ്പ് ലീഡിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു ബ്രാൻഡാണ് ഈ ഒരു ജാബ്ര. അപ്പോൾ ഇപ്പം ആ ഒരു ജാബ്ര ഇറക്കുന്നതിൽ ഏറ്റവും വിലക്കുറഞ്ഞൊരു ഇയർബഡ്സാണിത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 4499 ആണ്. അപ്പോൾ നിങ്ങൾക്കൊരു 4499 രൂപ ഉണ്ടെങ്കിൽ ഒരു പ്രീമിയം സൗണ്ട് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റിൽ നിന്ന് കിട്ടും. അത് വേറെ ഒന്നുമല്ല, ഈ ഒരു വർഷം യൂസ് ചെയ്തിട്ട് ഇതിന് വേറെ ഒരു പ്രശ്നം വന്നിട്ടില്ല. പിന്നെ ഒരു സംശയം, ഈ ഒരു വില കൊടുത്ത് ആരും അറിയാത്ത ഒരു ബ്രാൻഡിൻ്റെ ഇയർബഡ്സ് എടുക്കണമെന്നതാണ് ഞാൻ പറയുന്നത്. ഇപ്പം സോണി പോലത്തെ ബ്രാൻഡ്സ് എടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, സോണിയുടെ ആ ഒരു ബ്രാൻഡിങ് കിട്ടും. പക്ഷേ അവരുടെ ഒരു ബഡ്ജറ്റ് സെഗ്മെന്റിലേക്ക് വരുന്ന ഇയർബഡ്സിലൊന്നും അവർ പറയുന്ന ആ ഒരു വിലയ്ക്കുള്ള ക്വാളിറ്റീസ് ഒന്നുമില്ല. അതിലും അടിപൊളിയാണ് സാംസങ്ങിൻ്റെ ഒക്കെ ആ ഒരു ഇയർബഡ്സ് ഒക്കെ. പക്ഷേ ജാബ്ര അങ്ങനെയല്ല. ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമുള്ളത് ഇതിനകത്ത് നമുക്ക് ആക്റ്റീവ് ആയിട്ടുള്ള നോയിസ് ക്യാൻസലേഷൻ ഇല്ല എന്നതാണ്. ബാക്കി സൗണ്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ ഇതിൻ്റെ ആ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇത് പ്രോ സാധനമാണ്. ശരിയാണ്, 4499 രൂപ കൊടുക്കുമ്പോൾ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഇല്ലെങ്കിൽ അതൊരു പോരായ്മ തന്നെയാണ്. ഇനിയിപ്പോൾ നോയിസ് ക്യാൻസലേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫീച്ചറിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാത്തവരായിട്ട് കുറേ പേരുണ്ട്. ഞാൻ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം, വേറെ ഒന്നുമില്ല. ഈ നോയിസ് ക്യാൻസലേഷൻ എന്നത് ഈ ഇയർബഡ്സ് എടുത്ത് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പുറത്തുള്ള സൗണ്ടുകളൊക്കെ കേൾക്കും. ഈ പുറത്ത് കിടക്കുന്ന വണ്ടിയുടെ സൗണ്ടും കാറ്റിൻ്റെ സൗണ്ടും അങ്ങനത്തെ നടക്കുന്ന എല്ലാ സൗണ്ടുകളും ഏറെക്കുറെ നോയിസ് ക്യാൻസലേഷൻ, അതായത് ക്യാൻസൽ ചെയ്യുക, അതായത് ഇല്ലാണ്ടാക്കുക. അതാണ് ഈ ഒരു നോയിസ് ക്യാൻസലേഷൻ എന്ന് പറഞ്ഞ ആ ഒരു ഫീച്ചർ. അപ്പം ഇത് വെച്ചുകൊണ്ട് ആ ഒരു മോഡ് ഓൺ ആക്കി കഴിയുമ്പോൾ പുറത്തുള്ള ഒരു സൗണ്ടും കേൾക്കില്ല. അപ്പം ഈ ഒരു നോയിസ് ക്യാൻസലേഷൻ നമുക്ക് 2 ടൈപ്പിലാണ് മെയിനായിട്ട് ഉള്ളത്. ഒന്ന് ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷനും പിന്നെ പാസീവ് നോയിസ് ക്യാൻസലേഷനും. ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ്റെ പ്രത്യേകത, ഓരോ കമ്പനീസും അവരുടെ ആ ഒരു ഇയർബഡ്സിൽ നമുക്ക് ഈ ഒരു ഈ നോയിസ് ക്യാൻസലേഷൻ ഓൺ ആക്കാനും അതുപോലെ ഓഫ് ചെയ്യാനുള്ള ആ ഒരു ഫീച്ചർ കൊടുക്കും. അതാണ് ഈ ഒരു ആക്റ്റീവ് സംഭവം. അതായത് നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ നമുക്ക് ഓൺ ആക്കാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ളപ്പോൾ ഓഫ് ചെയ്യാം. അതാണ്. ഇനിയിപ്പോൾ പാസീവ് നോയിസ് ക്യാൻസലേഷനിലേക്ക് വരുമ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഡിസൈനിൻ്റെ ബേസിലാണ് ആ ഒരു സംഭവം വർക്ക് ചെയ്യുക. അതായത് നമ്മളിപ്പം ഈ ഒരു ജാബ്രയുടെ ഇലക്ട്രി എടുത്ത് ചെവി വെക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ വെക്കുമ്പോൾ നമുക്ക് പുറത്തെ സൗണ്ടുകളൊന്നും കേൾക്കില്ല. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ആ ഒരു ഡിസൈൻ അങ്ങനെയാണ്. നമ്മൾ ഇയർ കനാൽ നല്ല രീതിയിൽ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഡിസൈനാണ്. അതുകൊണ്ട് തന്നെ പുറത്തുള്ള പല സൗണ്ടും നമുക്ക് കേൾക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ ഫണ്ടെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന 799 രൂപയ്ക്കും അതുപോലെ തന്നെ 699 രൂപയ്ക്കൊക്കെ വരുന്ന ഇയർബഡ്സിലും ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഉണ്ട്. അതായത് നമുക്കൊരു മോഡ് ഉണ്ട് ഓൺ ആക്കാനും ഓഫ് ചെയ്യാനും. അതിനേക്കാളും അടിപൊളിയാണ് ഇതിൻ്റെ ആ ഒരു പാസീവ് നോയിസ് ക്യാൻസലേഷൻ. അതായത് നമ്മൾ ഈ ഇയർബഡ്സ് ചുമ്മാ വെക്കുമ്പോൾ തന്നെ നമുക്ക് പുറത്തുള്ള എല്ലാ സൗണ്ടും ക്യാൻസൽ ആവുന്നതാണ്. അപ്പം അതാണ് മെയിനായിട്ടും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ആ ഒരു ഫീച്ചർ. അപ്പോൾ ഞാനിവിടെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ, അതായത് ബേസിക് ആയിട്ടുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ശരിക്കും ഈ നോയിസ് ക്യാൻസലേഷൻ വർക്ക് ചെയ്യുന്നത് അത്യാവശ്യം സയൻറ്റിഫിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ നോയിസ് ക്യാൻസലേഷൻ പറയാനല്ല വന്നത്, ഇതിനെ പറ്റിയാണ്. അപ്പോൾ ഒരു വർഷമായിട്ട് ഞാനിത് യൂസ് ചെയ്യാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞത് ആ ഒരു ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഇല്ലാത്തൊരു പ്രശ്നമാണ്. പക്ഷേ ഇതിനകത്ത് ആ ഒരു പാസീവ് വരുന്നതുകൊണ്ട് തന്നെ നമ്മളിപ്പം ഇതിൻ്റെ ഡിസൈൻ എങ്ങനെയാണ്, നമ്മൾ ചെവി വെക്കുമ്പോൾ തന്നെ ഏകദേശം സൗണ്ടൊക്കെ ക്ലോസ് ആയിട്ടിരിക്കും. അതായത് ഒരു സൗണ്ട് പോലും നമുക്ക് കേൾക്കില്ല. ഒരു സൗണ്ട് ഇതൊന്നും പറയാൻ പറ്റില്ല, എങ്കിലും ഏറെക്കുറെ സൗണ്ടുകളൊന്നും കേൾക്കില്ല. അപ്പം നിങ്ങൾ പറയും ഇങ്ങനെ സൗണ്ട് കേൾക്കാതെ ഇത് വെച്ചുകൊണ്ട് വഴിക്കോളം നടന്നാൽ പണി കിട്ടില്ലെന്ന്. അവിടെയും ജാബ്ര അടിപൊളിയായിട്ടുള്ളൊരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്, ഹിയർ ത്രൂ. ആ ഒരു ഫീച്ചർ വേറെ ഒന്നുമില്ല, നമ്മൾ ഈ സാധനം ചെവി വെക്കുമ്പോൾ തന്നെ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചുറ്റുമുള്ളതൊന്നും കേൾക്കാൻ പറ്റില്ല. അപ്പം ഇത് ഒഴിവാക്കാൻ വേണ്ടി ഇതിൻ്റെ ആ നോയിസ് ക്യാൻസലേഷൻ്റെ റിവേഴ്സ് ആയിട്ടുള്ളൊരു ഫീച്ചർ ഉണ്ട്, ഹിയർ ത്രൂ. അതായത് ആപ്പിൾ എയർപോഡ്സിലൊക്കെ വരുന്ന ട്രാൻസ്പെറൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചർ ഉണ്ട്, ട്രാൻസ്പെറൻസി. അതായത് ആ ഒരു ഓപ്ഷൻ ആക്കി കഴിഞ്ഞാൽ ചുറ്റുമുള്ള സൗണ്ടൊക്കെ ആംപ്ലിഫൈ ചെയ്ത് നമ്മൾക്ക് കേൾക്കാൻ പറ്റും. ഓക്കെ, നോയിസ് ക്യാൻസലേഷൻ്റെ ഓപ്പോസിറ്റ്. ഇപ്പോൾ ജാബ്ര ആ ഒരു ഫീച്ചറിന് വിളിക്കുന്നത് ഹിയർ ത്രൂ എന്നാണ്. അപ്പം ഇത് ചെവി വെച്ചിട്ട് ആ ഒരു ഹിയർ ത്രൂ ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള സാധനങ്ങളൊക്കെ സാധാരണ രീതിയിൽ കേൾക്കാനും പറ്റും, അതുപോലെ തന്നെ ആസ്വദിക്കാനും പറ്റും. ഓക്കെ, അതാണ് ഈ ഫീച്ചറിന്റെ മെയിൻ സെറ്റപ്പ്. അതിപ്പോൾ എനേബിൾ ചെയ്യാനായിട്ടോ ഒന്നില്ലെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഹിയർ ത്രൂ ഓൺ ആവും, ചുറ്റുമുള്ളതൊക്കെ കേൾക്കാം. ഇനിയിപ്പോൾ യൂസർ എക്സ്പീരിയൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഇയർബഡ്സ് എല്ലാവർക്കും ഒന്നും ചെയ്യില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ചാൻസസ് വളരെ കുറവാണ്. കാരണം ഇതിൻ്റെ ഒരു ഇയർബഡ്സിൻ്റെ സൈസാണ് അത്യാവശ്യം ബൾക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇത് ബൾക്കിയാണ്. ഇത് ചെവി വെക്കുമ്പോൾ തന്നെ ചെവിയും അടയ്ക്കും, അതുപോലെ തന്നെ പുറത്ത് ഇങ്ങനെ നമുക്ക് ചാടി നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പം വണ്ടിയുടെ അകത്ത്, അതായത് ഹെൽമെറ്റ് ഒക്കെ വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല, കഷ്ടപ്പാടായിരിക്കും. ഓക്കെ, ഹെൽമെറ്റ് വെക്കുമ്പോൾ ഇതിങ്ങനെ താഴെ പോരും, അങ്ങനത്തെ വിഷയമാണ്. ഹെൽമെറ്റ് കയറില്ല നമ്മളിങ്ങനെ വെക്കുമ്പോൾ.
അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. ഇത് ബൾക്കിയാണ്. എനിക്ക് അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല, കാരണം ഇയർബഡ്സ് ഒന്നും അധികം യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ്. എങ്കിലും ഹെൽമെറ്റിലൊന്നും വെച്ച് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു വിഷയങ്ങളില്ല. പിന്നെ ഇത് ചെവി വെക്കുമ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം ലുക്കാണ്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഈ ഒരു ലുക്കുണ്ടല്ലോ, ഇങ്ങനെ നിങ്ങൾക്ക് ബൾക്കിയായിട്ട് ഇവിടെ കാണാൻ പറ്റും ഇങ്ങനെ ചാടി നിൽക്കുന്നത്. അപ്പം ഇത് ഇഷ്ടപ്പെടാത്തവർ കുറേ പേരുണ്ട്, എനിക്കറിയാം. സ്ലിം ഫിറ്റും അതുപോലെ തന്നെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഇയർബഡ്സ് ഒക്കെ നോക്കുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ സാംസങ്ങിൻ്റെ ഒക്കെ അടിപൊളിയായിരിക്കും. സാംസങ് അതുപോലത്തെ പല ബ്രാൻഡ്സും ഉണ്ട്. ഞാനിവിടെ ഇതിൻ്റെ ഡിസൈൻ ബൾക്കിയാന്ന് പറഞ്ഞിട്ടുള്ളൂ, ഇതിൻ്റെ ആ ഒരു കംഫർട്ട് ഒട്ടും ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല. കംഫർട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ സാധനം നമ്മളിങ്ങനെ ചെവി വെച്ചിട്ട് എന്ത് പരിപാടി വേണമെങ്കിലും ചെയ്യാം ധൈര്യമായിട്ട്. ഓക്കെ, ഈ ഇയർബഡ്സ് ഇയർ കനാൽസിൽ നല്ല രീതിയിൽ കയറി ഇരിക്കുന്നതുകൊണ്ട് തന്നെ ലോക്കാണ് സാധനം. ഇതിപ്പോൾ നിങ്ങൾ എങ്ങനെ ഇട്ട് കുലിക്കിയാലും അതുപോലെ തന്നെ എങ്ങനെ ഇട്ട് തട്ടിയാലും ഇതിങ്ങനെ താഴെ പോകാൻ പോകുന്നില്ല. ഓക്കെ, നിങ്ങളിപ്പോൾ ഓട്ടോ ആണെങ്കിലും അതുപോലെ ചാട്ടോ ആണെങ്കിലും ഇത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്, താഴെ പോകില്ല. അപ്പോൾ ധൈര്യമായിട്ട്, ഇപ്പോൾ നിങ്ങൾക്കൊരു നല്ല രീതിയിലുള്ള കംഫർട്ടാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത് ധൈര്യമായിട്ട് ചൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾ എന്താ പറയുക, ആ ഒരു ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഒന്നും വലിയ രീതിയിൽ കാര്യമില്ല. പക്ഷേ നിങ്ങൾക്ക് ഇത് വെക്കുമ്പോൾ നല്ലൊരു ഐസൊലേഷൻ കിട്ടണം എന്നൊരു രീതിയാണെങ്കിൽ ഉറപ്പായിട്ട് ഇത് വാങ്ങാം, ധൈര്യമായിട്ട് ഇത് യൂസ് ചെയ്യാം. ഇനി ബാറ്ററി ലൈഫിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അടിപൊളിയാണ്. കാരണം ഈ ഒരു ഇയർബഡ്സ് നമുക്ക് 10 മിനിറ്റ്സ് ഈ ഒരു കേസിലിട്ട് ചാർജ് ചെയ്യുകയാണെങ്കിൽ 1 മണിക്കൂറിൻ്റെ പ്ലേ ബാക്ക് ടൈം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കോൾ ക്വാളിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഡുവൽ മൈക്രോഫോണൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ആമസോൺ പ്രൈസും ഏകദേശം 4499 തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ഒരിടയ്ക്ക് ഇതിൻ്റെ പ്രൈസ് 2000 വരെ എത്തിയതാണ്, 2400 ആ ഒരു സമയത്ത് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായേനെ. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആ ഒരു സ്പെസിഫിക്കേഷനും അതുപോലെ തന്നെ ആ ഒരു ഇയർബഡ്സിൻ്റെ ആ ഒരു മൈക്രോഫോൺ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ ഈ താഴെ കാണുന്ന വീഡിയോസൊക്കെ കണ്ടാൽ മതി, ആ ഒരു ഫൈനൽ റിവ്യൂ ഒക്കെ കണ്ടാൽ മതി. കുറച്ച് സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു മൈക്രോഫോൺ ക്വാളിറ്റി ഒക്കെ കേൾക്കാൻ പറ്റും. അതില്ലെങ്കിൽ ഇപ്പോൾ ഫൈനൽ റിവ്യൂ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അൺബോക്സിങ് വീഡിയോ കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, കാരണം ഇത് ചെയ്തിട്ട് കുറേ നാളായല്ലോ, അപ്പം അതിൻ്റെ ഒരു ഓർമ്മയിൽ പറയുന്നതാണ്. എന്തായാലും തപ്പി പിടിച്ച് കാണാം എന്തായാലും. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റിയാണ്, കണ്ണും പൂട്ടിയും പറയാം, ഇതൊരു ബേസ് ലെവേഴ്സിന് അടിപൊളിയായിട്ടുള്ളൊരു സാധനമാണ്. ഓക്കെ, നിങ്ങളൊരു ബേസ് ലെവറാണ്, അതായത് ബേസ് പാട്ടും അതുപോലെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഇത് നിങ്ങൾക്കുള്ളതാണ്. ഇതിനകത്ത് വരുന്ന ബേസ് ഔട്ട്പുട്ട് എന്നൊക്കെ പറഞ്ഞാൽ ചെവി അടിച്ചു പോകുന്ന സാധനങ്ങളൊക്കെയാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റും. അതായത് ജാബ്ര സൗണ്ട് പ്ലസ് എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഇൻബിൽറ്റ് ആയിട്ടുള്ള ഈക്വലൈസറൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്കത് ട്യൂൺ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ട്യൂണിങ് അറിയാമെങ്കിൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്യൂണിങ് അറിയില്ലെങ്കിൽ കുഴപ്പമില്ല, താഴെ നിങ്ങൾക്ക് കുറച്ച് പ്രീസെറ്റ്സ് അവൈലബിൾ ആണ്, അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാത്തരം ഓഡിയോസിനും ഇത് അടിപൊളിയാണ്. പക്ഷേ ഇത്തിരി പൊടിക്ക് അടിപൊളിയായിട്ടുള്ളത് ഇതിന് ബേസിനാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ബേസ് ലവേഴ്സ് ഉണ്ടെങ്കിൽ ഇത് ചെക്കൗട്ട് ചെയ്യാം. പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മറ്റേ ഗൂഗിളിൻ്റെ ഫാസ്റ്റ് പെയർ എന്ന ഫീച്ചറൊക്കെ വരുന്നുണ്ട്. അതായത് വേറെ ഒന്നുമില്ല, അതായത് ഈ ഒരു ഇയർബഡ്സിൻ്റെ കേസ് ഓപ്പൺ ചെയ്ത് ഈ ഇയർബഡ്സ് പുറത്തിറക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണിൽ ആ ഒരു മറ്റേ എയർപോർട്ട്സ് ഒക്കെ കണക്ട് ചെയ്യുമ്പോൾ ആ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അത് എനേബിൾ ആയിട്ട് വരും. അങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്യാം. അപ്പം കണക്ടിവിറ്റിയും അതുപോലെ തന്നെ ഫീച്ചേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ ആ ഒരു ബൾക്കിനെസ്സും ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ്റെയും പ്രശ്നമാണ് ഇതിനെ എല്ലാവർക്കും ഒന്ന് റെക്കമെൻഡ് ചെയ്യാൻ പറ്റാത്തത്. പിന്നെ ഈ ഒരു മോഡൽ ഇതിൻ്റെ പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്നത് ജാബ്ര എലൈറ്റ് 4 ആണ്. അപ്പം ജാബ്ര എലൈറ്റ് 4ഉം 3ഉം തമ്മിലുള്ള വ്യത്യാസം കുറച്ചധികം വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, ജാബ്ര എലൈറ്റ് 4ൽ നമുക്ക് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ, അതായത് ഇൻബിൽറ്റ് ആയിട്ടൊരു മോഡ് വരുന്നുണ്ട്, നമുക്ക് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കാനും ഓഫ് ചെയ്യാനുള്ളത്. പിന്നെ നിങ്ങൾക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹിയർ ത്രൂ ഫീച്ചർ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ആ ഒരു മോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ പുറത്തുള്ള സൗണ്ടുകളൊക്കെ കേൾക്കാണ്. ഇവിടെ നമുക്ക് ആ ഒരു സൗണ്ടുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, എത്ര ലെവലിൽ കേൾക്കണം, എത്ര സൗണ്ട് കേട്ടാൽ മതി, അങ്ങനെയൊക്കെ നമുക്ക് അതിൻ്റെ ആപ്പിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ മൈക്രോഫോൺസിലും ഇതുപോലെ തന്നെ സെയിം മൈക്രോഫോൺ സെറ്റപ്പ് തന്നെയാണ്. ടോട്ടൽ 4 ഉണ്ട്, 2 ലെഫ്റ്റിലെയും 2 റൈറ്റിലെയും ഇയർബഡ്സിൽ. അപ്പം ഇത് വാങ്ങണോ അത് വാങ്ങണോ എന്ന് ചോദിച്ചാൽ എന്തായാലും അത് വാങ്ങുന്നതാണ് നല്ലത്. പക്ഷേ അവിടെ ഒരു ട്വിസ്റ്റ് ഉള്ളത്, അതിൻ്റെ പ്രൈസ് 7,999 വരും ആമസോണിൽ. ഇപ്പം അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. നിങ്ങൾക്ക് ആ ഒരു ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ എന്തായാലും അത് പർച്ചേസ് ചെയ്യുന്നത് അടിപൊളിയായിരിക്കും. അത് പർച്ചേസ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് ആ ഒരു റേഞ്ചിൽ വരുന്ന കുറേയധികം വേറെ കോമ്പറ്റീഷൻസ് സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചെക്കൗട്ട് ചെയ്യുന്നത് അടിപൊളിയായിരിക്കും, അതുപോലെ കമ്പയർ ചെയ്യുന്നത് അടിപൊളിയായിരിക്കും. അതല്ല 4499 ആണ് നിങ്ങളുടെ കയ്യിലുള്ളെങ്കിൽ എന്തായാലും ഇത് ഉറപ്പായിട്ടും വാങ്ങാം. ഓക്കെ, പിന്നെ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ എന്ന ആ ഒരു ഫീച്ചർ നിങ്ങൾക്ക് വലിയ വിഷയമില്ല. പിന്നെ ഇതിൻ്റെ ആ ഒരു ബൾക്കിനെസ്, ചെവിക്കുമ്പോൾ ആ ഒരു ബൾക്കിനെസ് നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ ഉറപ്പായിട്ട് ഇത് വാങ്ങാം. പിന്നെ ബേസ് ലെവർ ആണെങ്കിൽ പറയാൻ വേണ്ട, അടിപൊളി സാധനമാണ് ബേസും അതുപോലെ തന്നെ ആ ഒരു പ്രൈസ് റേഞ്ചിന്. പിന്നെ ബിൽഡ് ക്വാളിറ്റി കാര്യം പറയുകയാണെങ്കിൽ സ്ലീക്കായിട്ടുള്ള ബിൽഡ് ക്വാളിറ്റിയാണ്, പക്ഷേ പ്ലാസ്റ്റിക് ആണ് വരുന്നത്. ഈ ഒരു ഹിഞ്ചിന് ഒരു എന്താ പറയുക, ഒരു ബിൽഡ് ക്വാളിറ്റി കുറവുണ്ട്, പക്ഷേ അത് ഓപ്പൺ ചെയ്യുമ്പോഴും ക്ലോസ് ചെയ്യുമ്പോഴുള്ള ഫീലൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വെർത്തായിട്ടുള്ള സാധനമാണ്. നിങ്ങളിപ്പോൾ ആരെങ്കിലും യൂസ് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക, അടിപൊളിയായിരിക്കും. ഇപ്പോൾ ഇവിടെ ഞാൻ ജാബ്ര എലൈറ്റ് 3യുടെ ആ ഒരു ഫൈനൽ റിവ്യൂയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ എന്തായാലും ഓക്കെ, ബൈ.